ഹലോ ഗൈസ്, വെൽക്കം ടു Married Family Diaries. മാരിഡ് ഫാമിലി ഡയറീസ്. ഓക്കെ, അപ്പം ഇന്ന് ഒരു ഹോൾ വീഡിയോ ആണ്, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എനിക്ക് ഇന്ന് കുറേ സാധനങ്ങൾ മീഷോയ്ക്കകത്ത് വന്നു. പൈസ കൊടുത്ത് തന്നെ മേടിച്ച കേട്ടോ, അല്ലാതെ എന്താ പറയുന്നത്, മറ്റേ ഇത് കൊളാബ് വീഡിയോ ഒന്നുമല്ല. ഞാൻ പൈസ കൊടുത്ത് തന്നെ മേടിച്ച സാധനങ്ങളാണ്. ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇപ്പോൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചുമ്മാ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Tata, bye bye. അല്ലാത്തുള്ള സാധനങ്ങൾ പൊട്ടിക്കാം. ഡ്രസ്സ് നമുക്ക് ലാസ്റ്റ് പൊട്ടിച്ചു നോക്കാമേ. അപ്പം കുഞ്ഞു സാധനം എടുക്കാം. ആദ്യം ഫസ്റ്റ് ചെറിയ സാധനം എടുക്കാം. ഇതെന്താ സാധനം പൊട്ടിച്ചിട്ട് അടുത്ത് തരണേ കേട്ടോ. ഇതെന്താ എനിക്കറിയത്തില്ല. താഴെ റോബുവിന് വാങ്ങിച്ച സാധനം. റോബു എന്ന് പറയുന്നത് എൻ്റെ കെട്ടിവൻ. തുറന്നു നോക്കുമ്പോൾ അറിയാം. ഇപ്പൊ തുറക്കുന്നേ ഉള്ളൂ. എല്ലാം പൊട്ടിയതാണോ എന്നാണോ നമുക്ക് ഇപ്പോഴും അറിയാം. സൺഗ്ലാസ് ആണ് കേട്ടോ. പ്രീമിയം സൺഗ്ലാസ് ആണ് ഇത്. കെട്ടിയവന് പ്രിയതമാർ കൊടുക്കുന്ന ഉപഹാരം. പ്രീമിയം സൺഗ്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സൺഗ്ലാസ്. ബോക്സ് ഉണ്ട്. സൺഗ്ലാസിന്റെ ബോക്സും മറ്റേ തുടയ്ക്കുന്ന തൂവാലും എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത്. അതാണ് ഫസ്റ്റ് സാധനം. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം ഒട്ടിച്ചു നോക്കാം. എന്തോ ഒരു സാധനം ഒട്ടിച്ചു നോക്കും പറയും. ഇതൊരു ബാഗ് ആട്ടോ. നമ്മുടെ ഒരു ബാഗ്, 2 ബാഗുണ്ട്. രണ്ടും ഒരു ബാഗ് ഉണ്ടോ ഫ്രീയാ. ഇത് ഫ്രീ, അത് ഫ്രീ. ഇത് കുറച്ചുകൂടെ വലിയ ഈ ബാഗ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതിങ്ങനെ ഇത് വെക്കാം കേട്ടോ. ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. ഡ്രസ്സ് വെക്കുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ മറ്റേ വീതി പോലെ ആവും. ഇത്രയും വലിപ്പമുണ്ട്. ഇത് കുറച്ചൊരു ചെറിയൊരു ബാഗ്. 2 ബാഗ് നല്ല ഡിസൈനൊക്കെ കൊള്ളാം കേട്ടോ. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇതിന്റെ ഈ പൊട്ടിക്കുന്ന സാധനത്തിന്റെ വിലയൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് മറ്റേ കൊളാബ് വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ പൈസ കൊടുക്കുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് ഞാൻ ഇതിനൊരു പരസ്യം പോലൊന്നും കൊടുക്കുന്നില്ല. വിലയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എല്ലാം മീഷോയിലാണ്. എല്ലാം മിക്ക സാധനങ്ങളും മീഷോന്ന് എടുത്ത സാധനമാണ്. അത്ര മിക്കതല്ല, മിക്കതും എല്ലാം എവരി സാധനം ഫ്രം മീഷോ. അതുകൊണ്ടറിയാലോ, അത്യാവശ്യം വില കുറവായിരിക്കും. പക്ഷെ നല്ല സാധനം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈൻ അല്ലേ അമ്മേ? ഈ ബാഗിന്റെ ഡിസൈൻ ഒക്കെ നല്ല രസമല്ലേ? ഈ ബാഗിന്റെ നല്ല ബാഗാണെന്ന് തോന്നുന്നു. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് പാടി, എന്തോ ഒരു സാധനം പൊട്ടിക്കുന്ന അറിയത്തുള്ളൂ. അങ്ങനെ ഡെലിവറിയുടെ ആവശ്യമായിട്ടൊക്കെയുള്ള സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഉപകാരം വരും എന്നുള്ള ചിന്തയിൽ മേടിച്ചുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കെട്ട, ഇത് കെട്ടാണേ. എന്നെ കുട്ടിക്കും കുട്ടിക്കും നിനക്ക് നിന്നെ തലക്കും കൂടി ഉണ്ട് നിനക്ക്. വേണ്ട, ഇത് കെട്ടാണേ. ഇത് മറ്റേ റിബൺ, ഇത് മുടി കെട്ടുന്ന കെട്ട്. ഓക്കെ, അതിനെങ്ങാണ്ട് ജസ്റ്റ് 19 രൂപ അങ്ങനെ ഇതേ ഉള്ളൂ. അത്രയും സാധനത്തിന്
ഇതെന്താ കുപ്പിയാണ്. 2 ടൈപ്പ് കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ പോകാനുള്ള പേടിപ്പിക്കാതെ അത് നാടിരുന്ന വേറെ അത് മതി. ഇത് മറ്റേ ഇങ്ങനത്തെ കുപ്പി, ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് കുപ്പിയില്ല. അതൊരു 3 എണ്ണം ഉണ്ട്. അത് ഹാൻഡ് വാഷ് സാധനങ്ങളൊക്കെ നമുക്ക് ആശുപത്രിയിൽ പോകുമ്പം നമ്മളെല്ലാം കൂടെ കൊടുത്തോണ്ട് പോകണ്ട. അപ്പോൾ ഹാൻഡ് വാഷ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകാം. ഹാൻഡ് വാഷ് അങ്ങനത്തെ ഒക്കെ ഉള്ള എണ്ണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല കുഞ്ഞിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങളുണ്ട്. മറ്റേ അതിനുള്ള സാധനമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. അങ്ങനെ വെച്ചിട്ട് ഞെക്കണം. അത് കണ്ട സ്ട്രോയും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിപ്പം കാണിക്കുന്നത് ഇതാണ് സംഭവം. കണ്ടല്ലോ, ഈ സാധനത്തിന് 3 എണ്ണം ഉണ്ട്. 100 ml ആണ് കേട്ടോ. 100 ml. കുഞ്ഞു കുപ്പിയാണ്. നമുക്ക് ഓയിലിടാം, അല്ലെങ്കിൽ മറ്റേ കുഞ്ഞു അവിടെ ലിക്വിഡ് ഡിറ്റർജന്റോ എണ്ണയോ അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം കൂടെ വലിയ ഡിറ്റർജന്റിന്റെ കുപ്പിയാ, ബോട്ടില. അപ്പൊ നമുക്ക് രാത്രി കൊണ്ടുപോകാൻ പറ്റൂല. അത് 10 എണ്ണം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ സെയിം സാധനം 10 എണ്ണം ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് സാധനം തുണി അല്ലാത്ത ലാസ്റ്റ് സാധനം കാണിക്കാൻ പോണേ. ഇത് നമുക്ക് അത്യാവശ്യം ചക്കരേന്ന് വിളിക്കുമ്പോ ആരാന്ന് ഒപ്പഴേ മനസ്സിലാക്കിക്കോണം. ചക്കരേന്ന് വിളിക്കുമ്പോ ആരാണ്? അതാണ് ഹാങ്കർ. ഞാൻ മേടിച്ചത് പർപ്പിൾ ആണ് കഴിച്ചത്. എനിക്ക് കിട്ടിയത് റെഡ് ആണ്. കുഴപ്പമില്ല, നല്ല കളറാണ്, കുഴപ്പമില്ല. ഞാൻ പർപ്പിൾ ആയിരുന്നു ഓർഡർ ചെയ്തത്. എന്നാലും ഇത് പൊട്ടിക്കണോ? ബേബിക്ക് ഡ്രസ്, നമ്മുടെ അല്ല. ഹോസ്പിറ്റലില് കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ നനച്ച് നമുക്ക് എന്തായാലും ബാത്റൂമിലൊന്നും നമ്മൾ ഇടാൻ പാടില്ല. ഡ്രസ്സൊക്കെ കുഞ്ഞിന്റെ ഡ്രസ്സേ കുഞ്ഞൊന്നും മറിക്കും പൊന്നമനെ, ബാത്റൂമിലൊന്നും ഇടാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഹാങ്ങർ മേടിച്ചത്. നമുക്ക് ഹോസ്പിറ്റൽ റൂമിന്റെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ കൊടുത്തിടാൻ പറ്റും. എന്താ കൊടുക്കാം. അപ്പൊ നമുക്ക് മറ്റേ ഇതിനകത്ത് എന്താ നമ്മുടെ ജനലയില് തൂക്കിയിടാമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇടാം. അപ്പൊ വാവയുടെ ഡ്രസ്സ് വെയിറ്റ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം മേടിച്ചത്. സോ ഇത് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ സാധനം. ഓക്കെ, അതേപടി ഈ പുറത്തിട്ട് അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇനി എടുത്ത് വെക്കാം. ഇനി അത് അപ്പൊ നമ്മുടെ ഡ്രസ്സ് അല്ലാത്ത ഐറ്റംസ് ഒക്കെ തീർന്നു. ഇനി നമുക്ക് ഡ്രസ്സിലോട്ട് പോകാം. ഓക്കെ, ഡ്രസ്സ് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് എന്താ? ഡ്രസ്സാണ്. ഡ്രസ്സിൽ എനിക്കുള്ള ഡ്രസ്സുണ്ട്, പിന്നെ റൂമിലുള്ള ഡ്രസ്സുണ്ട്. നമ്മളെടുക്കുക. ബൂബിന്റെ ഇല്ല, അത് കിട്ടിയാലേ ലേബല് പോയല്ലേ, തിരിച്ചെല്ലാം കൊടുക്കേണ്ട വല്ല നന്നായി. ഞാൻ ഇത്രയും ഡ്രസ്സ് മേടിച്ച കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പ്രഗ്നൻസി ടൈം അല്ലേ. അപ്പം അത് കഴിയുമ്പോഴത്തേനും മറ്റേ ഫീഡിങ് ഡ്രസ്സ് വേണം, വണ്ണം കൂടി, അപ്പം അതിൻ്റെ ടൈപ്പ് ഡ്രസ്സൊക്കെ വേണം. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് മേടിച്ചത്. അല്ലാതെ അഹങ്കാരം കൊണ്ടാണ് കാശിന്റെ കുന്താണ് വിചാരിച്ചത്. കാശിന്റെ കുങ്ക കൊണ്ടാണ്. ഇതാണ് ഫസ്റ്റ് ഡ്രസ്. ലെസ് ഉണ്ട്. ഞാൻ വലിപ്പത്തില് മേടിച്ചതാ. ഇത് മറ്റേ ഇതാ തുറക്കുന്ന ഫീഡിങ് കുർത്തിയാണ് ഗൈസ്. നല്ല കളറാണെന്ന് വിചാരിക്കുന്നു. നീ കൂടെ ഇനിയിപ്പം കുറച്ച് വണ്ണം കൂടുതലുണ്ടെങ്കിൽ ആയിരം പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് അറിയത്തില്ല വണ്ണം വെക്കുണ്ടാ. അടുത്ത കുറച്ച് എടുത്തു തരണേ. ഇത് റോബോന്റെ ഡ്രസ്സാണ്.
ഇത് ഞാൻ മാത്രമേ നിങ്ങൾ മാറാൻ എടുക്കുക. ആദ്യം ചേച്ചി എടുത്തു, ഞാൻ അടുത്ത കൊച്ച്, പിന്നെ ചേച്ചി, പിന്നെ കൊച്ച്, അങ്ങനെ അങ്ങനെ എടുത്തരണേ. ഓക്കെ ഓക്കെ ആണോ? സമ്മതിക്കുന്നില്ലേ? ബൂ പറയാം ആരെടുത്ത് തരണം എന്നൊക്കെ. അങ്ങനെ സമ്മതിക്കുമല്ലോ അവള്. ഇത് റോബുവിന്റെ ഒരു ഹുഡി മേടിച്ചാണ്. ഒരു കൈയില്ലാത്തൊരു പിന്നെ ഒരു ഹുഡി. ഫ്രിഡ്ജൂരും ഉണ്ട് ഇതിന്റെ വൈറ്റ്. തിരികെ നിൽക്കേ, വേണ്ട തിരികെ നിൽക്കേ. ഫ്രിഡ്ജൂരുണ്ട് ഇതിന്റെ വൈറ്റ് അല്ലേ? ഇതാണ് ഹുഡി. ഓക്കെ, ഇതിനകത്ത് വൈറ്റ് ഉണ്ട്. റോബുവിന് ഞാൻ ഇതൊരു എടുത്ത് മേടിച്ചു. അടുത്ത തന്നെ കൂട്ടി എടുത്തതാ. കണ്ടായിരുന്നു കുറച്ച് മറങ്ങി നിന്നോണ്ട് കാണാൻ പറ്റിയായിരുന്നു. അകത്ത് പിന്നെയും കയറും. പിന്നെയും കവറുകൾ. റോബുന്റെയാ? റോബിന്റെ ഇത് എന്താ കേട്ടോ, ഷോർട്സ് കോംബോ ഷോർട്സ് കിട്ടിയത്. ഫോക്കസ് ഇത് 3 ഷോർട്സ് ആണ്. മൂന്ന് ഷോർട്സ്, കോംബോ ഷോർട്സ്. ഇനി എന്താ അടുത്തത് എൻ്റെ കേട്ടോ. ഇത് 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 എനിക്ക് കണ്ടാ അറിയാം. ഇത് സംഭവം ഒരു ഫീഡിങ് ടീഷർട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് സ്കേർട്ടുണ്ട്. ആ സ്കേർട്ടിൽ ഇടാനായിട്ട് ഒരു ടീഷർട്ട് മേടിച്ചത്. ഈ ഇതല്ല, സിബുള്ളതല്ല, അത് സിബില്ലാത്ത ടൈപ്പ് ടീഷർട്ട്. കിട്ടുമ്പോഴത്തേക്കും ഒറ്റ കൂടെ വെച്ച് പറയുമ്പോൾ ടീഷർട്ട് ഉണ്ട്. ഇത് ഡബിൾ എക്സൽ. അപ്പൊ നല്ല വെളുപ്പുണ്ടായിരിക്കും. ഇത്രയും വലുപ്പമുണ്ട്. ഇങ്ങനെയാണ് ഒരു ടീഷർട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടാക്കാത്തില്ല, സിബല്ല. അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി കളർ റെഡ്. ആ സൂപ്പർ ഇഷ്ടപ്പെട്ടു, നല്ല കളർ റെഡില്. ഓ, ഇതിന്റെ ബാക്കിൽ വള്ളിയുണ്ട് ഗൈസ്. അപ്പൊ അതിലും വള്ളിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വള്ളിയുണ്ട്. അപ്പൊ നമുക്ക് വള്ളി വെച്ച് കെട്ടി വെക്കാം. കുറച്ച് വലുപ്പം കൂടുതലാണെങ്കിൽ കെട്ടി വെക്കാം. കൊള്ളാം. ഇവിടെ അമ്മച്ചി എല്ലാം മടക്കി ഒതുക്കി വെക്കാൻ ഇരിക്കും കേട്ടോ. അതെ. ഞാൻ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സാണ്. ഒരു വളരെ സുന്ദരമായ ഒരു വൈറ്റ് ഡ്രസ്. ദിസ് ഈസ് വെരി വലുപ്പം. എക്സൽ സൈസാണ് ഇത്. ഞാൻ എൻ്റെ എക്സൽ ഇത് വലുപ്പം കൊടുക്കാൻ തോന്നുന്നു കണ്ടിട്ട്. ഇതിനെ വെച്ചിട്ട് അറിയത്തില്ല, നോക്കിയിട്ട് നോക്കാം. ഇത് ഞാൻ ഒരു ഷൂട്ടിന് വേണ്ടി മേടിച്ച എൻ്റെ ഏത് ഷൂട്ട്, മെറ്റർനിറ്റി ഷൂട്ട്, അതിന് വേണ്ടിയായിട്ട് മേടിച്ച ഒരു ഡ്രസ്സാണ്. നല്ല തുണിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുഴപ്പമില്ല. ഡിസൈനൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈ പൂമ്പാറ്റാസ് ഡ്രസ്സാണ് എടുത്തേക്കുന്നത്. എനിക്കത് ചെറുതാക്കേണ്ട വരും. അപ്പം അന്നേരം അമ്മയ്ക്ക് പോലെ ചെറുതാക്കേണ്ടതൊക്കെ അമ്മയുടെ വരും. പൊട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് മറ്റേ സ്കേർട്ട് കേട്ടോ, റാപ്പ് സ്കേർട്ട്. ഞാനൊരു ബനിയൻ മേടിച്ചില്ലേ 2 എണ്ണം. അതിനകത്ത് ഒരു സ്കേർട്ട് ഒരു ഇതിനുള്ള മേടിച്ചു. ഒരെണ്ണം അമ്മയുടെ ഉണ്ട്, ഒരു ബ്ലാക്ക് സ്കേർട്ട് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. മോഷ്ടിക്കണം എനിക്ക് തന്നോളൂ. കണ്ടോ, ഇതൊരു റാപ്പ് സ്കേർട്ടാണേ. വള്ളി വെച്ച് കെട്ടുന്ന സ്കേർട്ടില്ല, അതാണേ റാപ്പ് സ്കേർട്ട്. ചിന്തയില് ചിന്തിക്കോ ഫ്രിച്ചു. ജോഗേഴ്സ് പാൻറ്, നല്ല
ലിക്കറയോ അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ലിക്കറ അത് നല്ല മെറ്റീരിയൽ കേട്ടോ. സാധനം നല്ല സ്ട്രെച്ചബിൾ ആണ്, സുഖമാണ് ഇടാനായിട്ട് ഈ മെറ്റീരിയൽ. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പിന്നെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എന്താ ഔട്ട്ഡോർ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇടാനായിട്ട്. എത്ര രൂപയോ മക്കളെ? നമ്മുടെ കത്തിലൊക്കെ കാണാതായിരിക്കുകയാണ്. കിട്ടി. ഇതും ഒരു ഫീഡിങ് ഡ്രസ്സാണ്. ഇതെല്ലാം കോട്ടനാണ്. ഫീഡിങ് ഡ്രസ്സ് എല്ലാം കോട്ടനാണ് കേട്ടോ. കോട്ടൺ ടൈപ്പാണ്. സിബുണ്ട്. ഇതൊക്കെ വലുപ്പം കൂടുതലാണെങ്കിൽ കുറയ്ക്കണം. ആ എന്നാടി പിന്നെന്തോ പറ്റി ഗൈസ്. ഇത് ലാസ്റ്റ് സാധനമാണ്. തീർന്നു. പൊട്ടിച്ചോട്ട് ഞാനും എടുത്തു, കൂടെ ഇരുന്നവരും എടുത്തു, കാണുന്ന നിങ്ങളും എടുത്തു. എനിക്കറിയാം. ചോദിക്കത്തില്ലേ? ലാസ്റ്റ് ഡ്രസ്സ്, ലാസ്റ്റ് ഷർട്ടാണ്. റോബോന്റെ ആണ്. ഒരു നല്ലൊരു വൈറ്റ് ഷർട്ട്. എളുപ്പത്തിന്റെ എന്തോ ഒരു ഇതിന്റെ സ്റ്റിച്ചിന്റെ ഇങ്ങനെ കീറിയത് ഒരു കുഴപ്പമില്ല. എക്സലല്ലേ സൈസ്? ലാർജ് കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളു ഗൈസ്. നല്ല ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല കുറേ കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ ആ വേർത്ത് കുടിച്ച് കഴിച്ചാൽ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് പൊട്ടിച്ച് കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇത്രയും സാധനങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് ഇത്ര സാധനം വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഓക്കെ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൂബന്റെ സാധനമൊക്കെ ഇഷ്ടപ്പെട്ടോ? പൊട്ടിച്ച സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നോ? നല്ലായിരുന്നോ? ഉടുപ്പും ഡ്രസ്സും മറ്റേ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാം ഏതാ ബാഗൊക്കെ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ കുട്ടിക്ക് പൊട്ടിച്ചതിനകത്ത്? കേട്ടോ, അത് അവൾക്കൂടെ ഉള്ളതുകൊണ്ട്. കുഞ്ഞിനോ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗാണ്? ബൂബന് ബാഗാണ് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് ബാഗാണ്. ഡ്രസ്സൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ബാഗ് അത്രയും നല്ല സൂപ്പറാന്ന് വിചാരിച്ചില്ല കേട്ടോ. നല്ലതാന്ന് വിചാരിച്ചില്ല. കൊള്ളായിരുന്നു. നല്ല ഡിസൈന്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് ഗ്ലാസ് ഇഷ്ടപ്പെട്ടു. കൂളിംഗ് ഗ്ലാസ് നല്ല രസമുണ്ട് കാണാൻ. നല്ല പ്രീമിയം എന്താ പറയുക, അതിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ട്. ആ ഡിസൈൻ കൊള്ളാം സൺ ഗ്ലാസിൻ്റെ അല്ലേ. അമ്മ ഇവിടെ നിന്നിട്ട് എല്ലാം മടക്കിയൊക്കെ വെച്ച് ലൈനത്തൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കൊണ്ടുപോകാൻ എളുപ്പം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാര്യം, ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൾക്കായിട്ട് സാധനം വാങ്ങിച്ച്, പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ച സാധനം ബൾക്കായിട്ട് വന്നു. ഒരു 10-16 സാധനത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ പോലെ ചെയ്തത്, ഹോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും വല്ല സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ലിങ്ക് തരാം, അയച്ചു തരാം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ പോലെ അല്ല, കമൻറ്റ് ബോക്സിൽ ഇട്ട് അയച്ചു തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അല്ല പറഞ്ഞാൽ മതി, ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ഗുഡ് നൈറ്റ്. ഇപ്പൊ 12 മണിയാവുന്ന രാത്രി കേട്ടോ. വൈകിട്ട് കിടന്നുറങ്ങട്ടെ. ബൈ ബൈ. വെച്ചേട്ടോ.